ചോദിക്കാറുണ്ട്. സോ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ ഓരോ രാജ്യത്തും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമയം കണക്കാക്കുന്നത് അല്ലെങ്കിൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അവിടെ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം. ഒന്നുമില്ല, ലോക്കൽ ടൈം എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത്, അതായത് ഈ ആധുനിക രീതികളോ ഈ ക്ലോക്കോ മറ്റു സംഭവങ്ങളോ ഒന്നും കണ്ടുപിടിക്കാത്ത സമയത്ത് ആധുനിക കാലത്തെ അന്നുള്ള ആൾക്കാർ സമയം മനസ്സിലാക്കിയിരുന്നത് സൂര്യൻ്റെ പൊസിഷനെ അല്ലെങ്കിൽ സൂര്യൻ്റെ ഉച്ചനിലയെ അടിസ്ഥാനമാക്കിയായിരുന്നു ആദ്യകാലത്ത് പണ്ട് കാലത്ത് ആളുകൾ സമയം കണക്കാക്കിയിരുന്നത്. ഏകദേശം നമ്മുടെ സൂര്യൻ തലയ്ക്ക് മുകളിൽ എത്തുന്ന സമയം ഉച്ചയ്ക്ക് 12 മണി എന്നാണ് അവർ കണക്കാക്കിയിരുന്നത്. സോ അതിനെ ബേസ് ചെയ്ത് കണക്കാക്കിയിരുന്ന ടൈം അല്ലെങ്കിൽ സൂര്യൻ്റെ അപ്പെക്സ് പൊസിഷനെ അല്ലെങ്കിൽ സൂര്യൻ്റെ ഉച്ചനിലയെ ആധാരമാക്കി കണക്കാക്കുന്ന സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എന്ന പേരിൽ വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പം സൂര്യൻ്റെ ഉച്ചനില അഥവാ സണ്ണിൻ്റെ അപ്പെക്സ് പൊസിഷനെ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിനെ വിളിക്കുന്ന പേരാണ് ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എന്ന് പറയുന്നത്. സോ ഈ പ്രാദേശിക സമയം എന്ന് പറയുന്നത് എത്രത്തോളം എഫക്റ്റീവാണ് അല്ലെങ്കിൽ എത്രത്തോളം പോസിബിളാണ് ഒരു രാജ്യത്ത്. നമുക്കറിയാം സൂര്യൻ്റെ ഉച്ചനില എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഇപ്പം ഒരു രാജ്യത്ത് തന്നെ ഓരോ സ്ഥലത്ത് എല്ലായ്പ്പോഴും സൂര്യൻ ഒരേയിടത്താണോ നിൽക്കുന്നത്? അല്ല, മാറി മാറി വരും അല്ലേ. ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നത് എന്താണ്? സൂര്യൻ്റെ ഉച്ചനില ഓരോരുത്തർക്കും എന്താണ് ഓരോ സമയത്താണ് എന്ത് ചെയ്യുന്നത്? അനുഭവപ്പെടുന്നത്. സോ ഇതുകൊണ്ട് തന്നെ ഈ സമയം അത്രയ്ക്ക് എന്തല്ല രാജ്യവ്യാപകമായിട്ട് നമുക്ക് ആപ്ലിക്കബിൾ അല്ല അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഉദാഹരണം, നമുക്ക് ട്രെയിൻ സമയങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്രാദേശിക സമയത്തെ ബേസ് ചെയ്തുകൊണ്ട് അല്ലേ. കൃത്യമായിട്ടൊരു സമയം നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല, എക്സാമുകൾ നടത്താൻ പറ്റത്തില്ല, ബസ് ടൈം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്തിൽ വരുന്നുണ്ട്? പ്രാദേശിക സമയത്തിൽ വരുന്നുണ്ട്. സോ ഈ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമയം അവലംബിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സമയ രീതി എന്ത് ചെയ്യാൻ തുടങ്ങി? അവലംബിക്കാൻ. സോ ഇനി നമ്മളാണ് അപ്പം ഈ ലോക്കൽ ടൈം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സൂര്യൻ്റെ ഉച്ചനില അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന ടൈമാണ് ലോക്കൽ ടൈം എന്ന് പറയുന്നത്. ഇത് ആദ്യകാലത്ത് കണക്കാക്കിയത്. സോ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുകൊണ്ട് പിന്നീട് കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് എന്ത് ചെയ്തു? സമയം കണക്കാക്കാൻ തുടങ്ങിയപ്പോൾ പിന്നീട് നമ്മൾ സമയം കണക്കാക്കുന്നത് ലോഞ്ചിറ്റ്യൂഡുകൾ അഥവാ രേഖാംശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സമയം കണക്കാക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സമയം കണക്കാക്കാൻ. സോ അവിടെ നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഗ്രീനിച്ച് ടൈം. റോഡിയോ ഫോൺ ഓക്കെ. അപ്പോൾ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഗ്രീനിച്ച് സമയമാണ് അഥവാ ഗ്രീനിച്ച് ടൈമിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ എന്താണ് ഗ്രീനിച്ച് ടൈം? ഗ്രീനിച്ച് ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് 0 ഡിഗ്രി രേഖാംശ രേഖ അഥവാ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് ഗ്രീനിച്ച് ലൈൻ. ഗ്രീനിച്ച് സമയമല്ല, ഗ്രീനിച്ച് ലൈൻ. 0 ഡിഗ്രി രേഖാംശത്തെ വിളിക്കുന്ന പേരാണ് ഗ്രീനിച്ച് ലൈൻ അഥവാ ഗ്രീനിച്ച് രേഖ. സോ 0 ഡിഗ്രി രേഖാംശത്തെ വിളിക്കുന്ന പേരാണ് ഗ്രീനിച്ച് ലൈൻ അഥവാ ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. ഈ 0 ഡിഗ്രി രേഖാംശത്തെ ബേസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമാണ് ഗ്രീനിച്ച് സമയം അഥവാ ഗ്രീനിച്ച് ടൈം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 0 ഡിഗ്രി രേഖാംശത്തെ ആധാരമാക്കി കണക്കാക്കുന്ന സമയത്തെയാണ് നമ്മൾ ഗ്രീനിച്ച് സമയം അഥവാ ഗ്രീനിച്ച് ടൈം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഈ ഗ്രീനിച്ച് രേഖയെ നമ്മൾ മറ്റൊരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈം മെറിഡിയൻ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നത്. പ്രൈം മെറിഡിയൻ. സോ 0 ഡിഗ്രി രേഖാംശ രേഖ അഥവാ ഗ്രീനിച്ച് രേഖ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രൈം മെറിഡിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ പ്രൈം മെറിഡിയൻ എന്ന് അറിയപ്പെടുന്നത്? കാര്യം ലോകമെമ്പാടുമുള്ള സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ 0 ഡിഗ്രി രേഖയെ അടിസ്ഥാനമാക്കിയാണ്. അതായത് ലോകമെമ്പാടുമുള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? 0 ഡിഗ്രി ലൈനിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ലോകമെമ്പാടുമുള്ള ടൈം എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. അതായത് 0 ഡിഗ്രിക്ക് പടിഞ്ഞാറോട്ടും കിഴക്കോട്ടുമുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ ലോകമെമ്പാടുമുള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ടൈം ആയതുകൊണ്ട് തന്നെ ഈ ലൈനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രൈം മെറിഡിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ അറിയപ്പെടുന്ന പേരാണ് ഗ്രീനിച്ച് ലൈൻ എന്നറിയപ്പെടുന്നത്. ഗ്രീനിച്ച് ലൈനെ അഥവാ ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖയെ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമാണ് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന അടിസ്ഥാനമാക്കുന്ന ടൈമാണ് ഗ്രീനിച്ച് ടൈം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗ്രീനിച്ച് രേഖയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രൈം മെറിഡിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രൈം മെറിഡിയൻ എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം ദ ടൈം ഈസ് കാൽക്കുലേറ്റഡ് വേൾഡ് വൈഡ്ലി ബേസ്ഡ് ഓൺ ദ ഗ്രീനിച്ച് ലൈൻ. സോ ദ ലൈൻ ഈസ് ഓൾവേസ് നോൺ ആസ് പ്രൈം മെറിഡിയൻ.
ലോകമെമ്പാടുമുള്ള സമയം നമ്മൾ കണക്കാക്കുന്നത് ഈ ഗ്രീനിച്ച് രേഖ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് ഈ രേഖയെ നമ്മൾ എന്ത് പേരിൽ കൂടി അറിയപ്പെടുന്നു? പ്രൈം മെറിഡിയൻ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മൈക്ക് ഓൺ ആക്കിയിട്ട് പറയാം. നമുക്കറിയാം റൊട്ടേഷനും റെവല്യൂഷൻ നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? റെവല്യൂഷനെ ബേസ് ചെയ്താണ് സീസൺസ് ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചില്ലേ? മാർച്ച് 21 ഇക്വേറ്ററിൽ നിന്ന് അയനം ചെയ്യുന്ന സൂര്യൻ നമ്മൾ ആദ്യം പഠിച്ച കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ മാർച്ച് 21 എവിടെയാണ്? ഇക്വേറ്ററിൽ നിന്നും അഥവാ ഭൂമധ്യരേഖയിൽ നിന്ന് അയനം, രണ്ട് മീഡിയയിലും സാധനം ഭൂമധ്യരേഖയിൽ നിന്ന് അയനം ചെയ്യുന്ന സൂര്യൻ എന്ത് ചെയ്യുന്നു? വീണ്ടും തിരിച്ച് കറങ്ങി, അതായത് ശൈത്യായനാന്തിനം, ഗ്രീഷ്മ അയനാന്തിനം എന്ന് പറയും. ജൂൺ 21, സെപ്റ്റംബർ 21, ഡിസംബർ 22 എന്നിങ്ങനെ കറങ്ങി വീണ്ടും ഇവിടെ തന്നെ എത്തിച്ചേരുന്നു, ഭൂമധ്യരേഖയിൽ തന്നെ എത്തിച്ചേരുന്നു. സോ ആ ഒരു മാർച്ച് 21 സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും എന്ത് ചെയ്തു? മാർച്ച് 21 തന്നെ എത്തിച്ചേരുന്നു. സോ ഒരു വർഷം അവിടെ ആ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത സമയം എത്രയാണ്? ഒരു വർഷം. അതാണ് എന്തെന്ന് പറയുന്നത്? റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. സോ റെവല്യൂഷൻ അഥവാ പരിക്രമണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തുണ്ടാകുന്നത്? സീസൺസ് അല്ലെങ്കിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത്. സോ ഇനി എന്തിൻ്റെ ബേസിലാണ് ടൈം ഉണ്ടാകുന്നത്? ഭൂമിയുടെ രണ്ടാമത്തെ മോഷൻ ഏതാ? സെക്കൻഡ് ടൈപ്പ് ഓഫ് മോഷൻ ഏതാ? ഓഡിയോ ഉണ്ടാക്കിയിട്ട് പറയാൻ അറിയാവുന്നത്. റെവല്യൂഷനും അടുത്ത ഏതാണ്? ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെ പറയുന്ന പേരെന്താണ്? ആരാ പറഞ്ഞോ? റൊട്ടേഷൻ അഥവാ ഭ്രമണം എന്ന് പറയുന്നു അല്ലേ? ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ സ്വന്തം ആക്സിസിൽ സ്പിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൊട്ടേഷൻ എന്ന് പറയുന്നത്. സോ റൊട്ടേഷൻ എടുക്കുന്ന ടൈം എത്രയാണ്? സമയം പറ. ഇവിടെ ആരും അനങ്ങുന്നില്ല, ഈ ഇരിക്കുന്നത്. 24 hours. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 24 hours ആണ്. ഇനി ഭൂമി എവിടെ നിന്ന് എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? വെസ്റ്റ് ടു ഈസ്റ്റ് അഥവാ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പടിഞ്ഞാറ്, അതായത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ഭൂമിയുടെ റൊട്ടേഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ കിഴക്കോട്ട് പോകുന്നവർ ആദ്യം സൂര്യൻ ഉദിക്കുന്ന എവിടെ ആയിരിക്കും? കിഴക്ക് ഭാഗത്തായിരിക്കും. സോ കിഴക്കോട്ട് പോകുന്നവർ നമ്മൾ ഗ്രീനിച്ചിന് കിഴക്കും പടിഞ്ഞാറുമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നമ്മൾ 0 ഡിഗ്രി ലൈൻ പറഞ്ഞില്ല, ഇതാണ് 0 ഡിഗ്രി ലൈൻ എന്ന് പറയുന്നത്, ഗ്രീനിച്ച് ലൈൻ എന്ന് പറയുന്നത്. സോ ഈ ഗ്രീനിച്ചിന് ഈസ്റ്റും വെസ്റ്റും ഈ രണ്ട് സ്ഥലത്ത്, അതായത് പടിഞ്ഞാറ് നിന്നും കിഴക്കോടാണ് എന്ത് ചെയ്യുന്നത്? ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് ഈസ്റ്റും വെസ്റ്റും അല്ലെങ്കിൽ കിഴക്കും പടിഞ്ഞാറും എന്ന് പറയുമ്പോൾ സമയം എന്ത് ചെയ്യും? പടിഞ്ഞാറോട്ട് പോകുന്തോറും സമയം എന്ത് ചെയ്യുന്നു? കുറഞ്ഞും പോകും. കിഴക്കോട്ട് പോകുന്തോറും സമയം എന്ത് ചെയ്യുന്നു? കൂടിയും വരും. അത് മനസ്സിലാക്കാം. ഗ്രീനിച്ചിന് പടിഞ്ഞാറോട്ട് സമയം എന്ത് ചെയ്യുന്നു? കുറവും. കിഴക്കോട്ട് എന്താണ്? കൂടിയുമായിരിക്കും വരിക. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് ദ സൺ ഈസ് റൊട്ടേറ്റ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. സൂര്യൻ റൊട്ടേറ്റ് ചെയ്യുന്ന എവിടെ നിന്ന് അങ്ങോട്ടാണ്? പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. അതുകൊണ്ട് ഗ്രീനിച്ചിന് പടിഞ്ഞാറ് സമയം കുറവും, കിഴക്കെന്താണ്? സമയം കൂടുതലാണ്. ഇനി എത്ര മിനിറ്റിൻ്റെ വ്യത്യാസമാണ് ഗ്രീനിച്ചിന് കിഴക്കും പടിഞ്ഞാറും ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. സോ എത്ര മിനിറ്റിൻ്റെ വ്യത്യാസം എന്ത് ചെയ്യുന്നു അവിടെ ഉണ്ടാകും? സോ അടുത്ത പോർഷൻ ശ്രദ്ധിച്ചിരിക്കുക, നമ്മളത് പറയാൻ പോവാണ്. സോ നമുക്കറിയാം ഭൂമിയുടെ ഏകദേശ ഷേപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഒരു ജിയോഡി ഷേപ്പാണ് അല്ലേ? ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ പറയാം. സോ ഈ ഒരു ഷേപ്പിൻ്റെ ഇത് ഭൂമിയായിട്ട് നമ്മൾ നേരത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ ഒരു ആംഗുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഒരു സർക്കിളിൻ്റെ ആംഗുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? എത്ര? ആ തലയ്ക്ക് എടുത്തിരിക്കുന്നവരൊക്കെ പറയട്ടെ, എത്രയാടേ? രാവിലെ ഉറക്കത്തിൽ നിന്ന് വേണ്ടിയിരിക്കുകയാണല്ലേ? ആ പോയി മോൻ കഴിയിട്ടാ പോടാ. അവിടെ കണ്ണാടിയിട്ട് വരുന്ന ഉറങ്ങുന്ന അവിടെ ആ ലെഫ്റ്റ് സൈഡിലാണ് ഏറ്റവും മുകളിൽ. എത്രയാണ് ആംഗുലർ ഡിസ്റ്റൻസ്? 360 ഡിഗ്രി. എത്രയാണ്? 360 ഡിഗ്രിയാണ് എന്തെന്ന് പറയുന്നത് എർത്തിൻ്റെ ആംഗുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഓരോ ഡിഗ്രി, സോ ഇവിടെ എന്തുണ്ട്? ടോട്ടൽ എത്ര ഉണ്ട്? ഇതിൻ്റെ സർക്കംഫറൻസ് പറയുന്നത് മൊത്തം എത്രയാണ്? 360 ഡിഗ്രിയാണ്. സോ നമ്മളിവിടെ ഓരോ ഡിഗ്രിയിലും നമ്മൾ ഓരോ ലോഞ്ചിറ്റ്യൂഡ് വെച്ച് വരയ്ക്കുകയാണ്. സോ ഇതിനകത്ത് തന്നെ ഓരോ ഡിഗ്രിയിലും നമ്മൾ ഓരോ ലോഞ്ചിറ്റ്യൂഡ് വെച്ച് വരയ്ക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ നാളെ ഇത്രയും വരച്ചു. സോ ഇവിടെ നമ്മൾ ഓരോ ഡിഗ്രിയിലും ഓരോ ലോഞ്ചിറ്റ്യൂഡ് വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര ലോഞ്ചിറ്റ്യൂഡ് വരും? ഇതിനകത്ത് എത്ര ലോഞ്ചിറ്റ്യൂഡ് വരയ്ക്കാൻ സാധിക്കും? എത്ര എണ്ണം വരും ഇവിടെ? പറഞ്ഞോ, ശരിയാ, എത്ര എണ്ണം വരും?
എത്രയാണ്? 360. കാര്യം ഇതിൻ്റെ ടോട്ടൽ ആംഗുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. സോ ഇതിനകത്ത് ഓരോ ഡിഗ്രിയിലും നമ്മൾ ഓരോ ലോഞ്ചിറ്റ്യൂഡ് വെച്ച് വരയ്ക്കുമ്പോൾ ടോട്ടൽ ലോഞ്ചിറ്റ്യൂഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും, അഥവാ 360 ഡിഗ്രി ആയിരിക്കും എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ ലോഞ്ചിറ്റ്യൂഡുകളുടെ എണ്ണമാണ്. സോ ഈ 360 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡുകൾ ഒരു പ്രാവശ്യം കറങ്ങി വരാനെടുക്കുന്ന സമയമാണ് ഏതെന്ന് പറയുന്നത്? റൊട്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കറങ്ങി വരാനെടുക്കുന്ന സമയമാണ് എത്ര എന്ന് പറയുന്നത്? 24 മണിക്കൂർ എന്ന് പറയുന്നത്. 24 hours അല്ലേ? ആണോ? അല്ലേടേ? ഈ 360 ലോഞ്ചിറ്റ്യൂഡുകൾ ഒരു തവണ കറങ്ങി വരാൻ എടുക്കുന്ന സമയമാണ് എത്ര എന്ന് പറയുന്നത്? 24 മണിക്കൂർ അഥവാ 24 hours എന്ന് പറയുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോ. ഡൗട്ടുണ്ടോ ആർക്കെങ്കിലും? അവിടെ ഉണ്ടോ? ഇത്ര കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഈ 360 ലോഞ്ചിറ്റ്യൂഡുകൾ തിരിയാനെടുക്കുന്ന സമയമാണ് എത്രയെന്ന് പറയുന്നത്? 24 മണിക്കൂർ എന്ന് പറയുന്നത്. സോ നമ്മൾ 24 മണിക്കൂറിനെ ഒന്ന് മിനിറ്റിലേക്ക് മാറ്റുകയാണ്. 24 മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ 24 × 60 എത്ര വരും? 1440 മിനിറ്റ്. സോ ഈ 360 ലോഞ്ചിറ്റ്യൂഡുകൾ തിരിയാനെടുക്കുന്ന സമയമാണ് എത്ര എന്ന് പറയുന്നത്? 1440 മിനിറ്റ് എന്ന് പറയുന്നത്. 24 മണിക്കൂറാണ് കാര്യം. അപ്പോൾ 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു റൊട്ടേഷനിൽ തിരിയുന്ന ലോഞ്ചിറ്റ്യൂഡുകളുടെ എണ്ണമാണ് എത്ര എന്ന് പറയുന്നത്? 360 എന്ന് പറയുന്നത്. കാര്യം ഇതിൻ്റെ ആംഗുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏകദേശം 360 ലോഞ്ചിറ്റ്യൂഡുകളുണ്ട്. ഈ 360 ലോഞ്ചിറ്റ്യൂഡുകൾ ഒരു തവണ തിരിയാനെടുക്കുന്ന സമയമാണ് 24 മണിക്കൂർ അഥവാ ഒരു ദിവസം, 1 ഡേ എന്ന് പറയുന്നത് ആണല്ലോ. ഈ 24 മണിക്കൂറിനെ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. സോ 24 × 60 എത്രയാണ്? 1440 മിനിറ്റ്. സോ ഈ 1440 മിനിറ്റ് എന്ന് പറയുന്നത് ഈ 360 ലോഞ്ചിറ്റ്യൂഡുകളും തിരിയാനെടുക്കുന്ന സമയമാണ് 1440 മിനിറ്റ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിൻ്റെ ടൈം എത്രയാണ്? ഒരു ലോഞ്ചിറ്റ്യൂഡിൻ്റെ ടൈം ഡിഫറൻസ് എത്രയാണ്? അഥവാ ഒരു ലോഞ്ചിറ്റ്യൂഡ് തിരിയാനെടുക്കുന്ന സമയം എത്രയാണ്? സോ അവിടെ നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്? മൊത്തം എത്രയാണ്? 1440 ഡിവൈഡഡ് ബൈ 360 എത്ര കിട്ടും? അതായത് ടോട്ടൽ 360 ലോഞ്ചിറ്റ്യൂഡുകൾ തിരിയാനെടുക്കുന്ന സമയമാണ് 1440 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ അറിയേണ്ടത് ഒരു ലോഞ്ചിറ്റ്യൂഡിൻ്റെ ടൈം ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു രേഖാംശത്തിൻ്റെ സമയ വ്യത്യാസം എത്രയാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. അതിന് നമ്മൾ 1440 മൊത്തമായിട്ടുള്ള 360 കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. എത്ര കിട്ടും? ഉത്തരം 4 മിനിറ്റാണ്. 4 മിനിറ്റ്സ്. അതായത് ഇവിടെ ഒരു ലോഞ്ചിറ്റ്യൂഡ് തിരിയാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 മിനിറ്റാണ്. സോ ഇതിനെ ബേസ് ചെയ്താണ് നമ്മളിനി അങ്ങോട്ടെല്ലാം പഠിക്കാൻ പോകുന്നത്. സോ ഈ ഒരു കാര്യം, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായ എല്ലാവർക്കും എങ്ങനെയാണ്, അതായത് ഒരു ലോഞ്ചിറ്റ്യൂഡ് ടൈം ഡിഫറൻസ് പറയുന്നത് 4 മിനിറ്റ് എന്നാണ് നമ്മളിനി അങ്ങോട്ട് പഠിക്കത്തുള്ളൂ. സോ എങ്ങനെയാണ് ഈ 4 മിനിറ്റ് വന്നതെന്നാണ് ഞാൻ കാണിച്ചത്. മനസ്സിലായ എല്ലാവർക്കും? അതായത് ഒരു ലോഞ്ചിറ്റ്യൂഡിൻ്റെ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 4 മിനിറ്റാണ്. മനസ്സിലായോ? മൈക്ക് ഓണാക്കി പറയാം മനസ്സിലായവർ എല്ലാവരും. ഡൗട്ടുണ്ടോ ആർക്കെങ്കിലും? എല്ലാവർക്കും മനസ്സിലായല്ലോ? വിളിച്ചോ. അപ്പോൾ നമ്മൾ ലോക്കൽ ടൈം എന്താണെന്ന് കണ്ടു, ഗ്രീനിച്ച് ടൈം എന്താണെന്ന് കണ്ടു. ഗ്രീനിച്ച് ടൈമിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ഗ്രീനിച്ച് ടൈമിൽ 0 ഡിഗ്രിയാണ് നമ്മൾ ബേസ് ലൈനായിട്ട് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ അടിസ്ഥാനമാക്കുന്നത്, നമ്മൾ സമയം കണക്കാക്കാൻ അടിസ്ഥാനമാക്കുന്ന രേഖ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. സോ 0 ഡിഗ്രിക്ക് പടിഞ്ഞാറും കിഴക്കും എന്നുള്ള, അല്ലെങ്കിൽ ഈസ്റ്റും വെസ്റ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്? ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. സോ നമ്മൾ ലോക്കൽ ടൈമിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ? നമുക്ക് പ്രോപ്പറായിട്ടൊരു ടൈം എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല ലോക്കൽ ടൈം വരുമ്പോൾ. കാര്യം ലോക്കൽ ടൈം എന്ന് പറയുന്നത് സൂര്യൻ്റെ ഉച്ചനിലയെ അടിസ്ഥാനമാക്കി നമ്മൾ കണക്കാക്കുന്ന സമയമാണ്. സോ എക്സാം ടൈം ടേബിൾസ് പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, റെയിൽവേ ടൈം കണക്കാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, അതേപോലെ ഫ്ലൈറ്റ് ടൈമുകൾ കണക്കാക്കാൻ എന്ത് ചെയ്യുന്നു? ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുകൾ എവിടെ വരുന്നു? ഈ ലോക്കൽ ടൈമിൽ വരുന്നു. സോ ഈ ലോക്കൽ ടൈമിനെ ലോക്കൽ ടൈമിന് ഈ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പ്രാദേശിക സമയം നേരിടുന്ന ഈ ഒരു ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ രാജ്യത്തും കണക്കാക്കുന്ന ടൈം, അല്ലെങ്കിൽ ഓരോ രാജ്യത്തും എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ടൈം കണക്കാക്കുന്നത് നമുക്ക് നോക്കാം.
ആണ് അടുത്ത നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റാണ് സ്റ്റാൻഡേർഡ് ടൈം. സ്റ്റാൻഡേർഡ് ടൈം ഇപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു. ഉദാഹരണം നമ്മൾ ആദ്യം പഠിച്ചു രേഖാംശത്തെ അടിസ്ഥാനമാക്കി അഥവാ ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്താണ് നമ്മൾ ടൈം കണക്കാക്കുന്നതെന്ന് പഠിച്ചു അല്ലേ. ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്താണ് നമ്മൾ ടൈം കണക്കാക്കുന്നത്. സോ ഒരു രാജ്യം എടുത്തു കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഒരു ലോഞ്ചിറ്റ്യൂഡ് മാത്രമാണോ കടന്നു പോകുന്നത്? ഒരൊറ്റ ലോഞ്ചിറ്റ്യൂഡ് മാത്രമാണോ കടന്നു പോകുന്നത്? ഇപ്പോൾ ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡിലെ എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ് അല്ലേ. 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെ എന്താണ് ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡിൽ എക്സ്റ്റെൻറ്റ് ആണ്. സോ 68 ഡിഗ്രി 69 70 71 മുതൽ 97 വരെ എല്ലാം ഇന്ത്യക്കകത്ത് തന്നെയാണ്. ഈ ലോഞ്ചിറ്റ്യൂഡുകളെല്ലാം പാസ് ചെയ്ത് പോകുന്നത് ഇവിടെ കൂടാണ്, ഇന്ത്യയിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. സോ ഇവിടെ നമ്മൾ ഈ ഓരോ ലോഞ്ചിറ്റ്യൂഡിനെയും ബേസ് ചെയ്ത് നമ്മൾ ടൈം കണക്കാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടു ഒരു ലോഞ്ചിറ്റ്യൂഡ് ടൈം ഡിഫറൻസ് പറയുന്നത് 4 മിനിറ്റാണ്. സോ ഈ 68 ഡിഗ്രിയിൽ ഇപ്പോൾ ഉദാഹരണം 68 ഡിഗ്രി എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലാണ് നിങ്ങൾ വിചാരിക്കുക. 68 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്ന സമയം ജമ്മു കാശ്മീരിലാണ്. സോ ഈ ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്ത് നമ്മൾ ഇൻറ്റു 4 വെച്ച് നമ്മൾ എന്ത് ചെയ്തു കണക്ക് നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻറ്റു 4 വെച്ച് നമ്മൾ അവിടുത്തെ ടൈം നമ്മൾ കണക്കാക്കിയപ്പോൾ അവിടുത്തെ സമയം എന്ന് പറയുന്നത് 12 മണിയാണ്. അവിടുത്തെ സമയം എന്ന് പറയുന്നത് 12 മണിയാണ്. സോ കുറച്ചുകൂടെ നമ്മൾ താഴോട്ട് വന്നപ്പോൾ 97 ഡിഗ്രി എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്. അത് ഇവിടെ തന്നെയാണ്, ഇന്ത്യയിൽ തന്നെയാണ്. സോ ഈ 97 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ടൈം എന്ന് പറയുന്നത് നോക്കുക 3 മണിയാണ്. ഓരോ ലോഞ്ചിറ്റ്യൂഡിൻ്റെ ടൈം എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ഒരു രാജ്യത്ത് തന്നെ എന്ത് വരുന്നു? ഒന്നിലധികം സമയം വരുന്നില്ലേ? വരുന്നുണ്ടോ? അതായത് ഓരോ ലോഞ്ചിറ്റ്യൂഡിനെയും ബേസ് ചെയ്ത് നമ്മൾ സമയം കണക്കാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് തന്നെ എന്ത് വരും? ഒന്നിലധികം സമയങ്ങൾ വരും. കാര്യം ഈ 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയുള്ള ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്ത് പോകുന്നത് എവിടെ കൂടെയാണ്? ഇന്ത്യയിലൂടെയാണ്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ എല്ലാ ലോഞ്ചിറ്റ്യൂഡുകളെയും ബേസ് ചെയ്ത് കണക്കാക്കി ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് തന്നെ ഒന്നിലധികം സമയങ്ങൾ വരും. ഇത് വീണ്ടും എന്ത് ചെയ്യും? ബുദ്ധിമുട്ടുണ്ടാകും. സോ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ സെൻറ്ററിലൂടെ അല്ലെങ്കിൽ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ എന്തായിട്ട് എടുക്കുന്നു? അതിൻ്റെ സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഓരോ രാജ്യവും അതിൻ്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ് ആ രാജ്യത്തിൻ്റെ മുഴുവൻ ടൈം കണക്കാക്കുന്നത്. സോ ഈ ഒരു ഇപ്പം നമ്മുടെ ഇന്ത്യയിലേക്ക് അടുത്താൽ ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയും. സ്റ്റാൻഡേർഡ് മെറിഡിയൻ അറിയപ്പെടുന്ന മലയാളമാണ് മാനക രേഖാംശം. മാനക രേഖാംശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന സെൻറ്ററിലൂടെ പാസ് ചെയ്തു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ അഥവാ മാനക രേഖാംശം എന്ന് പറയുന്നത്. സോ ഈ സ്റ്റാൻഡേർഡ് മെറിഡിയനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ആ രാജ്യത്തെ മുഴുവൻ സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഓരോ സ്ഥലത്തെ ലോഞ്ചിറ്റ്യൂഡിൽ നമ്മൾ എടുക്കില്ല. ഈ ഒരു ടൈമിന് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് മെറിഡിയനെ ബേസ് ചെയ്തുകൊണ്ട് കണക്കാക്കുന്ന ടൈം ആയിരിക്കും ആ രാജ്യത്തെ മുഴുവൻ ടൈം എന്ന് പറയുന്നത്. സോ അപ്പോൾ അവിടെ എന്ത് വരുന്നില്ല? സമയ വ്യത്യാസം ഉണ്ടാകുന്നില്ല. രാജ്യത്ത് മുഴുവൻ എന്തായിരിക്കും? ഒരൊറ്റ ടൈമായിരിക്കും ഉണ്ടാകുന്നത്. ഇങ്ങനെ മാനക രേഖാംശത്തെ അഥവാ സ്റ്റാൻഡേർഡ് മെറിഡിയനെ ബേസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ടൈം. The time is calculated based on the standard meridian is known as standard time of the country. ഒരു രാജ്യത്തിൻ്റെ മാനക രേഖാംശത്തെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന സമയത്തെ ആ രാജ്യത്തിൻ്റെ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നു. സോ അപ്പോൾ ഒരൊറ്റ ടൈം എന്ത് ചെയ്തോളൂ ഉണ്ടാകും. സോ എന്താണ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടു ഓരോ ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്താണ് നമ്മൾ സമയം കണക്കാക്കുന്നതെന്ന് കണ്ടു. സോ ഓരോ ലോഞ്ചിറ്റ്യൂഡിനെയും ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സമയം കണക്കാക്കാൻ പറ്റില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടു. ഓരോ ലോഞ്ചിറ്റ്യൂഡിനെയും ബേസ് ചെയ്ത് നമ്മൾ സമയം കണക്കാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ഒന്നിലധികം സമയമുണ്ട്. സോ അതുകൊണ്ട് രാജ്യത്തിൻ്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശം ഏതാണോ അതിനെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ അഥവാ മാനക രേഖാംശമാക്കി എടുക്കുകയും ആ മാനക രേഖാംശം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെറിഡിയനെ ബേസ് ചെയ്തുകൊണ്ട് കണക്കാക്കുന്ന സമയത്തെ ആ രാജ്യത്തെ മുഴുവൻ സമയമായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ടൈം. ഒരു രാജ്യത്തിൻ്റെ സെൻട്രലിലൂടെ കടന്നു പോകുന്ന മെറിഡിയൻ രേഖാംശത്തെ ലോഞ്ചിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ആ സ്റ്റാൻഡേർഡ് മെറിഡിയനെ ബേസ് ചെയ്തുകൊണ്ട് കണക്കാക്കുന്ന ടൈമിനെ സ്റ്റാൻഡേർഡ് ടൈം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യും. ഡൗട്ട് ഉണ്ടോ? സ്റ്റാൻഡേർഡ് ടൈം മനസ്സിലായോ? മൈക്ക് ഓണാക്കി പറയാം, ഓഡിയോ ഓണാക്കി പറയാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ചോദിക്കുക, ധൈര്യമായിട്ട് ചോദിക്കുക. നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ഈ പറഞ്ഞതിന് ഡൗട്ട് ഉണ്ടോ? എല്ലാവരും റെസ്പോണ്ട് ചെയ്യുക. ഇരിക്കുന്നവർ ബാക്കി എല്ലാവരും റെസ്പോണ്ട് ചെയ്യും. ഒരാൾ മാത്രം 1-2 പേരാണ് റെസ്പോണ്ട് ചെയ്യുന്നത്.
ഏ ഓക്കെ. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം എന്താണെന്ന് കണ്ട് ഒരു രാജ്യത്തിൻ്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തെ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനെ സ്റ്റാൻഡേർഡ് മെറിഡിയനെ തെളിയിക്കാം. അതിനെ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമാണ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ പഠിക്കാനുള്ളത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അഥവാ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്താണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈം എന്താണെന്ന് നമ്മൾ കണ്ടു. ഒരു രാജ്യത്തിൻ്റെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന അല്ലെങ്കിൽ സെൻട്രലിലൂടെ പാസ് ചെയ്ത് പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം ആ രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് ടൈം. സോ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് അഥവാ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡ് ലക്ഷ്യം എന്ന് പറയുന്നത് 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ്. 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി ഈസ്റ്റ്, 68 ഡിഗ്രി ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി ഈസ്റ്റ്. ഇത്രയാണ് ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡിൽ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. 68 ഡിഗ്രി ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി ഈസ്റ്റ് വരെ ഇന്ത്യയാണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റാണ്. 82.30 മിനിറ്റ്സ്. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അതായത് 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്സ്. സോ അതുകൊണ്ടാണ് 82.5 ഡിഗ്രി 82.5 ഡിഗ്രി 82.30 എന്ന് എടുക്കുന്നത്. സോ ഈ നമ്മൾ മുകളിൽ വരകൊണ്ട് കാണിക്കുന്നത് മിനിറ്റ് എന്നാണ് അർത്ഥം കേട്ടോ. മുകളിൽ വര ഇടുന്ന അർത്ഥം എത്രയാണ്? മിനിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. സോ 60 ഡിഗ്രിയാണ് ഹാഫ് ഡിഗ്രി എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. സോ 82.5 ഡിഗ്രി എന്ന് പറയുമ്പോൾ 82.30 30 മിനിറ്റ്. മനസ്സിലായോ? അപ്പോൾ ഈ 82.5 ഡിഗ്രിയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ 82.5 ഡിഗ്രിയാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡ്. സോ ഈ 82.5 ഡിഗ്രിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ എല്ലായിടത്തും സമയം കണക്കാക്കുന്നത്. നമുക്ക് കേരളത്തിലെ ടൈം തന്നെയല്ലേ തമിഴ്നാട്ടിലെ ടൈം, ഇവിടുത്തെ ടൈം തന്നെയല്ലേ കാശ്മീരിലെ ടൈം. ഇന്ത്യയിൽ എവിടെ പോയാലും എല്ലാ സ്ഥലത്തും എന്ത് തന്നെയാണ്? ഒരൊറ്റ ടൈം തന്നെയാണ്. കാര്യം ആ ടൈം കണക്കാക്കാൻ നമ്മൾ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് 82.5 ഡിഗ്രി എന്ന് പറയുന്ന ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് മുഴുവനുള്ള സമയം നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയനെ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ദ ടൈം ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഈസ് നോൺ ആസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഏതാണെന്ന് വെച്ചാൽ എത്രയാണ്? 82.30, അതായത് 82.5 ഡിഗ്രി. 82.30 ആണ് ഇന്ത്യയുടെ എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശമാണ് 82.30 എന്ന് പറയുന്നത്. സോ ഇന്ത്യയുടെ മധ്യഭാഗത്തോടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡ്. ഈ ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ മുഴുവൻ സമയം കണക്കാക്കുന്നത്. ആ സമയത്ത് വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആണോ? മനസ്സിലായോ? മനസ്സിലായേ? റെസ്പോണ്ട് ചെയ്തു. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഗ്രീനിച്ച് ടൈം എന്താണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ പഠിച്ചതാണ് നമ്മൾ ലോക്കൽ ടൈം പഠിച്ചു, ഗ്രീനിച്ച് ടൈം പഠിച്ചു, സ്റ്റാൻഡേർഡ് ടൈം പഠിച്ചു, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പഠിച്ചു. സ്റ്റാൻഡേർഡ് ടൈം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഒന്നുമില്ല, രണ്ടും ഒന്ന് തന്നെ. ഒരു രാജ്യത്തിൻ്റെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം, ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് കണക്കാക്കുമ്പോൾ അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. പിന്നെ ലണ്ടൻ്റെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ആണ് കണക്കാക്കുന്നതെങ്കിൽ അത് ലണ്ടൻ സ്റ്റാൻഡേർഡ് ടൈം. എന്തോ ആരെ സോ ഒരു കാര്യം നമ്മൾ പറയാൻ പറ്റുന്നതാണ്, അത് പറയാനുള്ള ഉത്സവത്തിലില്ല. നമ്മൾ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ ഗ്രീനിച്ച് ലൈൻ എന്ന് വിളിച്ചില്ല. ഗ്രീനിച്ച് ലൈൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? ബ്രിട്ടീഷിലെ ലണ്ടനിലെ റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തു കൂടിയാണ് ഈ ലൈൻ പാസ് ചെയ്ത് പോകുന്നത്. സോ ആ സ്ഥലത്തു കൂടി പാസ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നമ്മൾ 0 ഡിഗ്രി രേഖാംശത്തെ ഗ്രീനിച്ച് ലൈൻ എന്ന് പറയുന്നത്. സാറേ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തു കൂടിയാണ് ഈ ഒരു രേഖാംശം പാസ് ചെയ്ത് പോകുന്നത്, 0 ഡിഗ്രി പാസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ലൈനെ ഗ്രീനിച്ച് ലൈൻ അഥവാ ഗ്രീനിച്ച് രേഖ എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, എല്ലാവരുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടോ? ടെക്സ്റ്റ് എടുപ്പുണ്ടോ എല്ലാവരുടെ കയ്യിൽ? ഉണ്ടോ? എല്ലാവരും ടെക്സ്റ്റ് എടുത്തേ. ടെക്സ്റ്റ് എടുക്കുക. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ഡേ ആണ്, അന്താരാഷ്ട്ര ദിനാചരണം.
ടെക്സ്റ്റ് എടുത്തല്ലേ എല്ലാവരും എടുത്തോളൂ ടെക്സ്റ്റ്. ഓക്കെ, ഒന്ന് കാണിച്ച പൊക്കി കാണിച്ച ടെക്സ്റ്റ്. അതിനകത്ത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ് എടുക്കുക, പേജ് എടുക്കുക. സോ നിങ്ങൾക്ക് അവിടെ ഒരു ബോക്സ് വന്നിരിക്കുന്നുണ്ടോ എല്ലാവരും? കണ്ടോ? ഒരു ബ്ലാങ്ക് ബോക്സ് വന്നിരിക്കുന്നുണ്ടോ എല്ലാവരും? കാണിച്ച് ആരില്ല ഒരാൾ. യെസ്, ദാറ്റ് ആ ബോക്സ്. സോ ആ ബോക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. സോ ബോക്സ് എന്ന് പറയുന്നത്, ആ ബോക്സിൽ കാണിച്ചിരിക്കുന്നത് ടൈം അറ്റ് ഗ്രീൻവിച്ച് മൺഡേ 10 AM. അങ്ങനെയാണോ എല്ലാവർക്കും ഉള്ളത്? ഗ്രീനിച്ചിലെ സമയം എന്ന് പറയുന്നത് മൺഡേ, അതായത് ഗ്രീനിച്ചിലെ അപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണിയാണ്. മൺഡേ 10 AM ആണ് എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ കാണിച്ചിട്ടുള്ളത്. സോ അവിടെ 2 ബോക്സ് വന്നിട്ടുണ്ട്, ടു ദ വെസ്റ്റ് ഓഫ് ഗ്രീൻവിച്ചും ടു ദ ഈസ്റ്റ് ഓഫ് ഗ്രീൻവിച്ചും. വെസ്റ്റ് ഓഫ് ഗ്രീൻവിച്ചും ഈസ്റ്റ് ഓഫ് ഗ്രീൻവിച്ചും. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നമ്മൾ അവിടുത്തെ ബാക്കിയുള്ള ടേബിൾ നമ്മൾ പൂരിപ്പിക്കാൻ പോവാണ്. സോ നമുക്കറിയാം ഗ്രീനിച്ചിന് കിഴക്കോട്ട് പോകുന്തോറും സമയം കുറഞ്ഞും വരും, സമയം കൂടിയും വരും. പടിഞ്ഞാറോട്ട് പോകുന്തോറും സമയം എന്ത് ചെയ്യും? കുറഞ്ഞും വരും. സോ ബെസ്റ്റ് ടൈമിലോട്ട് സമയം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഈസ്റ്റ് സൈഡിലോട്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതിന് കാരണം നമ്മൾ കണ്ടായിരുന്നു. എന്തായിരുന്നു കാരണം എന്ന് പറയുന്ന കാര്യം? സൂര്യൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതുകൊണ്ട് പടിഞ്ഞാറ് സമയം കുറഞ്ഞും വരും, കിഴക്കോട്ട് പോകുന്നതോറും സമയം കൂടിയും വരും. സോ നമ്മൾ കണ്ടായിരുന്നു അവിടെ നിങ്ങൾ എഴുതിയിരിക്കുന്നതൊക്കെ 15 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി എന്നിങ്ങനെയല്ലേ ടൈം എഴുതിയിരിക്കുന്നത്, എന്നിങ്ങനെയല്ലേ ലോഞ്ചിറ്റ്യൂഡ് എഴുതിയിരിക്കുന്നത് അല്ലേ? അതായത് ലോഞ്ചിറ്റ്യൂഡ് ഓരോ 15 ഡിഗ്രി വെച്ച് കൂടി പോവാണ് അല്ലേ? ഓരോ 15 ഡിഗ്രി വെച്ച് ലോഞ്ചിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്ത് പോവാണ്. സോ 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ടൈം ഡിഫറൻസ് നമ്മൾ കണ്ടായിരുന്നു. 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ടൈം ഡിഫറൻസ് എത്ര മിനിറ്റ് ആയിരുന്നു? ആദ്യം ചെയ്തത് ഒരു വട്ടം വരെ എത്ര മിനിറ്റ് ആയിരുന്നു? 4 മിനിറ്റ് അല്ലേ? എല്ലാവർക്കും അറിയാലോ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ 1 ഡിഗ്രിയിലെ ടൈം ഡിഫറൻസ് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 4 മിനിറ്റ് ആണ്. സോ 1 ഡിഗ്രി തിരിയാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 മിനിറ്റ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 15 ഡിഗ്രി തിരിയാൻ എടുക്കുന്ന സമയം എത്ര ആയിരിക്കും? 15 ഡിഗ്രി ടൈം ഡിഫറൻസ് എത്ര ആയിരിക്കും? 15 ഗുണം 4 എത്ര വരും ഇവിടെ? 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂർ? 1 മണിക്കൂർ. ഡൗട്ടുണ്ടോ അതിനകത്ത്? സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ 15 ഡിഗ്രിയിലെ ടൈം ഡിഫറൻസ് പറഞ്ഞാൽ എത്രയാണ്? 1 അവർ ആണ്, 1 മണിക്കൂറാണ്. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് വെസ്റ്റ് ഓഫ് ദി ഗ്രീനിച്ച് തന്നിട്ടില്ലേ? അപ്പോൾ വെസ്റ്റ് ഓഫ് ദി ഗ്രീനിച്ച് എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രി വീതം പോകുന്നുണ്ട്. സോ വെസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ തന്നിട്ടുള്ള സമയത്തിൽ നിന്ന് ഓരോ മണിക്കൂർ എങ്ങോട്ട് പോകും? പിറകിലോട്ട് പോകും. 10 മണിയാണെങ്കിൽ അത് 9 മണിയാവും. പിന്നെ അത് അതായത് 15 ഡിഗ്രിയിൽ അത് 9 മണിയാവും, 30 ഡിഗ്രിയിൽ അത് 8 മണിയാവും, 45 ഡിഗ്രിയിൽ എന്ത് ചെയ്യും? അത് 7 മണിയാവും. മനസ്സിലായി പറഞ്ഞത്? കാര്യം ഓരോ മണിക്കൂർ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഗ്രീനിച്ചിന് പടിഞ്ഞാറോട്ട് പോകുന്ന ഒരു സമയം എന്ത് ചെയ്യും? കുറഞ്ഞു വരും. മനസ്സിലായോ അത്? ഓക്കെ. ഇനി ഗ്രീനിച്ചിന് കിഴക്കോട്ട് പോകുന്നതോറോ അവിടെയും 15 ഡിഗ്രി വെച്ചല്ലേ പോകുന്നത്. സോ 15 ഡിഗ്രി 10 മിനിറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1 മണിക്കൂറാണ്. സോ ഗ്രീനിച്ചിന് കിഴക്കോട്ട് പോകുമ്പോൾ അവിടെ 10 മണി എന്നുള്ള എത്ര മണിയാവും? 11 മണിയാവും. 30 ഡിഗ്രി ആകുമ്പോൾ എത്ര ആവും? 12 മണിയാവും. 40 ഡിഗ്രി ആകുമ്പോൾ എത്ര ആവും? 1 മണിയാവും. കണ്ടോ? മനസ്സിലായോ? എത്രയും ആർക്കൊക്കെയോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഒന്നുകൂടെ പറയാം. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഉള്ളവർ പറയാം. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഓരോ മണിക്കൂർ വെച്ച് കുറഞ്ഞും കൂടിയും വരുന്ന ടെക്സ്റ്റിനകത്ത് തന്നെ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവിടെ ടൈം നമ്മൾ പുറമോട്ട് പോകുമ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുക. രാത്രി 12 മണി കഴിയുമ്പോൾ അടുത്ത ദിവസമായിട്ട് മാറും. ഇപ്പോൾ പുറമോട്ടാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ എന്തായിട്ട് മാറും? അടുത്ത പോകുമ്പോൾ എന്തായിട്ട് മാറും? ഞായറാഴ്ചയായിട്ട് മാറും 12 മണി കഴിയുമ്പോൾ. അതേപോലെ കിഴക്കോട്ട് പോകുമ്പോൾ എന്തായാലും തൊട്ടടുത്ത ദിവസമായിട്ട് ഒരു ദിവസം കൂടും 12 മണി കഴിയുമ്പോൾ. സോ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാം.
ഇവിടെ നമുക്ക് ബേസ് ടൈം എന്ന് പറയാൻ തന്നിരിക്കുന്നത് 10 മണിയാണ്. 10 AM അല്ലേ തന്നിരിക്കുന്നത്? ഓക്കെ, 10 AM ആണ് തന്നിരിക്കുന്നത്. സോ ഇത് വെസ്റ്റ് ആകുമ്പോൾ ഓരോ മണിക്കൂറും ഇത് എന്ത് ചെയ്യും? കുറഞ്ഞു വരുവാണ്. സോ 10 AM എന്നുള്ളത് 9 AM ആവും, 8 AM ആവും, 7 AM, 6 AM, 5 AM, 4 AM, 3 AM, 2 AM, 1 AM, 12 മണി. അതായത് മൺഡേ എന്നുള്ള എത്ര ആയിട്ട് മാറി? സൺഡേ ആയിട്ട് മാറി അല്ലേ? ഒരു ദിവസം പുറകോട്ട് പോയില്ല. അപ്പം മൺഡേ എന്നുള്ള ഇവിടെ എത്ര ആയി? സൺഡേ ആയി. എത്ര ഇവിടെ? 11 AM, 10 AM, സോറി 11 PM അല്ലേ? 10 PM. തലേന്ന് രാത്രിയാണ്, 10 PM ആണ് അവിടെ വരുന്നത് അല്ലേ? സോ 10 PM എന്നിട്ട് അതായത് ഗ്രീനിച്ചിന് വെസ്റ്റ് നമുക്ക് എത്ര കിട്ടി? 10 PM എന്ന് കിട്ടി അല്ലേ? ഇനി ഈസ്റ്റിലോട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഈസ്റ്റിലോട്ട് ഒരു ദിവസം കൂടി പോവാം. ഇതേ കണക്ക് ഈസ്റ്റിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അവിടെ 1 മണിക്കൂർ കുറയ്ക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? 1 മണിക്കൂർ കൂട്ടുക. ശരി, കിട്ടിയല്ലോ ഇറങ്ങും. എത്ര കിട്ടി അവിടെ? കിഴക്കോട്ടാകുമ്പോൾ എന്ത് ചെയ്യും? 1 മണിക്കൂർ കൂടി പോകും. എത്ര വരും? 10 എന്നുള്ള എത്ര ആവും? 11, 12, 11 AM, 12 ആവും PM ആയി അല്ലേ? 1, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 എവിടെ വരുന്നത്? ആണോ? 10 മണിയല്ലേ വരുന്നത്? സോ ഇവിടെ നമുക്ക് വന്നപ്പോൾ എത്രയാണ്? സൺഡേ രാത്രി 10 മണി. ഇവിടെ എത്ര തന്നെയാണ്? മൺഡേ തന്നെയല്ലേ? ഇവിടെ ടൈം മാറുന്നുണ്ടോ? ദിവസം മാറുന്നുണ്ടോ? ഇല്ല. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? മൺഡേ നൈറ്റ് 10 മണി അല്ലേ? ആണോ? ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഇങ്ങനെയാണോ എല്ലാവരും കിട്ടിയ സമയം? ഓക്കെ, നിങ്ങൾ നോക്കുക. ഗ്രീനിച്ചിന് കിഴക്കും പടിഞ്ഞാറും അല്ലേ നമ്മൾ സമയം കണക്കാക്കിയത്? ഗ്രീനിച്ചിന് ഈസ്റ്റിലും വെസ്റ്റിലും. സോ ഗ്രീനിച്ചിന് ഈസ്റ്റിലും വെസ്റ്റിലും നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ ടൈം ഡിഫറൻസ് എന്ന് എത്രയാണ്? 24 മണിക്കൂറാണ് അല്ലേ? ഗ്രീനിച്ച് എന്ന് പറയുന്ന രേഖയുടെ പടിഞ്ഞാറും കിഴക്കും നോക്കിയപ്പോൾ എത്ര മണിക്കൂറിൻ്റെ സമയ വ്യത്യാസം വന്നു അവിടെ? 24 മണിക്കൂറിൻ്റെ അഥവാ 24 അവേഴ്സിൻ്റെ ടൈം ഡിഫറൻസ് ആണ്. പടിഞ്ഞാറെന്ന് പറയുന്നത് സൺഡേ രാത്രി 10 മണിയും കിഴക്ക് അല്ലെങ്കിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? മൺഡേ രാത്രി 10 മണി. അതായത് ഇപ്പം ഞാനീ നിൽക്കുന്നത് ഇത് ഗ്രീനിച്ച് ലൈനാണെന്ന് വിചാരിക്കുക. 0 ഡിഗ്രി ലൈനാണെന്ന് വിചാരിക്കുക, ഗ്രീനിച്ച് ലൈൻ അല്ലേ? ഈ ഗ്രീനിച്ച് ലൈൻ ഞങ്ങളുടെ പടിഞ്ഞാറ് ഞാനിവിടെ നിന്നപ്പോൾ ഇവിടെ എത്രയാണ് സമയം? ഇവിടെ എന്ന് പറയുന്നതുകൊണ്ട് സൺഡേ രാത്രി 10 മണിയാണ്. ഈ ഗ്രീന് തൊട്ടപ്പുറം നിൽക്കുന്ന അവിടുത്തെ ദിവസം എന്ന് പറയുന്നത് എത്രയാണ്? മൺഡേ ആണ്. അതായത് ഒരു ലൈൻ അപ്പുറം ഇപ്പുറം എന്ത് ചെയ്യുന്നു? 24 മണിക്കൂറിൻ്റെ ടൈം ഡിഫറൻസ് എന്ത് ചെയ്യുന്നു? വരുന്നു. അതായത് 180 ഡിഗ്രിയിൽ. എവിടെയാണ് ടൈം ഡിഫറൻസ് വരുന്നത്? 180 ഡിഗ്രിയിലാണ്. അത്ര ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ ആർക്കെങ്കിലും? ഇപ്പോൾ നമ്മളത് പറയാൻ പോകണം എന്താണെന്ന്. അപ്പോൾ ഗ്രീനിച്ച് ലൈൻ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആയിരുന്നു? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആയിരുന്നു അല്ലേ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആയിരുന്നു? 82.5 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആയിരുന്നു, അല്ലെങ്കിൽ 82.30 ആയിരുന്നു. ഇനി 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നു? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ആണല്ലോ. 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇതിനെ വിളിക്കാനുള്ള കാരണം നമ്മൾ ഗ്രീനിച്ചിന് ലെഫ്റ്റിലും ഈസ്റ്റിലും വെസ്റ്റിലും 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലേക്ക് എത്തുമ്പോൾ അവിടെ എത്ര മണിക്കൂറിൻ്റെ സമയ വ്യത്യാസം വരുന്നു? 24 മണിക്കൂറിൻ്റെ അഥവാ 24 അവേഴ്സിൻ്റെ എന്ത് ചെയ്യും? ടൈം ഡിഫറൻസ് വരുന്നു. സോ അതൊരിക്കലും നമുക്കൊരു ലാൻഡിലൂടെ നമുക്കൊരിക്കലും ഈ ലൈൻ എന്ത് ചെയ്യാൻ സാധിക്കില്ല? വരയ്ക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പാസ് ചെയ്യിക്കാൻ സാധിക്കില്ല. അങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലാൻഡിലൂടെ ഈ ലൈൻ പാസ് ചെയ്യുമ്പോൾ ലാൻഡിന് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർക്ക് 24 മണിക്കൂറിൻ്റെ സമയ വ്യത്യാസം വരും. അത് പോസിബിൾ ആണോ? അല്ല. സോ അതുകൊണ്ട് ഈ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു?
കരഭാഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും സമുദ്രത്തിലൂടെ എന്ത് ചെയ്യുന്നു കടത്തിവിടുന്നത്. അതായത് പസഫിക് ഓഷ്യനിലെ ബെറിംഗ് സ്ട്രൈറ്റിലൂടെയാണ് ഈ ലൈനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഈ 180 ഡിഗ്രി നമ്മൾ കടത്തിവിടുന്നതാണ് പസഫിക് ഓഷ്യനിലെ എവിടെ കൂടെയാണ് ബെറിംഗ് സ്ട്രൈറ്റിലൂടെയാണ്. കാര്യം ഒരിക്കലും ലാൻഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഈ ലൈൻ വരയ്ക്കാൻ സാധിക്കില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബിക്കോസ് അത് ഈസ്റ്റിലും വെസ്റ്റിലും എന്ത് ചെയ്യുന്നു 24 അവേഴ്സിൻ്റെ ടൈം ഡിഫറൻസ് എന്ത് ചെയ്യുന്നു ഉണ്ടാകുന്നുള്ളത് കൊണ്ട് പൂർണ്ണമായിട്ട് ഈ ലൈൻ നമ്മൾ പാസ് ചെയ്യുന്നത് എവിടെയാണ് പസഫിക് ഓഷ്യനിലെ ബെറിംഗ് സ്ട്രൈറ്റിലൂടെയാണ് ഈ ലൈൻ പാസ് ചെയ്ത് പോകുന്നത്. ഇനി എങ്ങനെ അവിടുത്തെ ടൈം വരുന്നത് സാധ്യം കടലിലൂടെയാണ് ഇത് പാസ് ചെയ്ത് പോകുമ്പോൾ ഇത് ക്രോസ് ചെയ്യുന്ന ആൾക്കാർ ആരായിരിക്കും, ട്രാവലേഴ്സ് ആയിരിക്കും അല്ലേ. കപ്പൽ വരുന്ന നാവികരായിരിക്കും എന്ത് ചെയ്യുക ഈ ലൈൻ ക്രോസ് ചെയ്യുക. സോ ഇവിടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ ലൈൻ, അതായത് ഈ ലൈൻ ക്രോസ് ചെയ്യുന്നത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ക്രോസ് ചെയ്യുന്നവർ, അതായത് കിഴക്ക് നിന്നും വന്നിട്ട് ഈ ലൈൻ എന്ത് ചെയ്യുന്നു മുറിച്ച് കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്നവർ എന്ത് ചെയ്യുന്നു കലണ്ടറിൽ എന്ത് ചെയ്യുന്നു അവരുടെ ഒരു ദിവസം എന്ത് ചെയ്യുന്നു കുറയ്ക്കുന്നു. കാര്യം കിഴക്ക് നിന്നപ്പോൾ എന്താ 50 കിലോമീറ്റർ കൂടുതലാണ്. സോ പടിഞ്ഞാറോട്ട് കിടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ ഒരു ദിവസം കുറയും. സോ ദ ട്രാവലേഴ്സ് ഹൂ ക്രോസ് ദിസ് ലൈൻ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, അതായത് പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് കിടക്കുന്നവർ വിൽ ഡിഡക്റ്റ് 1 ഡേ, അവരുടെ കലണ്ടറിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഒരു ദിവസം കുറയ്ക്കുന്നു. ആൻഡ് ദ ട്രാവലേഴ്സ് ഹൂ ക്രോസ് ദിസ് ലൈൻ ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്, കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് കിടക്കുന്നവർ എന്ത് ചെയ്യുന്നു ഒരു ദിവസം എന്ത് ചെയ്യുന്നു കുറയ്ക്കുകയും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കിടക്കുന്നവരോ ടു വെസ്റ്റ് ടു ഈസ്റ്റ് എന്ത് ചെയ്യുന്നു ഒരു ദിവസം കൂട്ടുകയും ചെയ്യും. മനസ്സിലായോ? അവിടെ ഉണ്ട് അതിനകത്ത്. സോ അതാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ്. ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പസഫിക് ഓഷ്യനിലെ ബെറിംഗ് സ്ട്രൈറ്റിലൂടെയാണ്. ഈ ലൈൻ കണക്കാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ലൈന് വെസ്റ്റ് ടു ഈസ്റ്റ്, അതായത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ക്രോസ് ചെയ്യുന്നവർ കലണ്ടറിൽ എന്ത് ചെയ്യുന്നു ഒരു ദിവസം ആഡ് ചെയ്യുകയും ആൻഡ് ദ ലൈൻ ക്രോസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കിടക്കുന്നവർ എന്ത് ചെയ്യുന്നു ഒരു ദിവസം എന്ത് ചെയ്യുന്നു കുറയ്ക്കുകയും ചെയ്യുന്നു. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വന്ന് ഒരു ദിവസം കൂട്ടുകയും ചെയ്യും. ഓക്കെ.